എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ആയിൽ തുടങ്ങുന്ന വാക്കുകളാണ്. ഓരോ വാക്കുകളും എങ്ങനെയാ വായിക്കേണ്ടുന്നതെന്നും അവയുടെ പ്രത്യേകത എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും ഈ ചിത്രത്തിലേക്ക് നോക്കിയേ. ഇത് എന്തിൻ്റെ ചിത്രമാണ്? അതേ, അരണയുടെ ചിത്രം അല്ലേ? അരണ നമ്മുടെ വീടിൻ്റെ പരിസരത്തും മരത്തിൻ്റെ പൊത്തിലും പാറയുടെ ഇടയിലുമൊക്കെ കണ്ടുവരുന്ന ഒരു ജീവിയാണ് അരണ. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നീണ്ട ശരീരവും ചെറിയ കാലുകളുമാണ് അരണയ്ക്കുള്ളത്. പല്ലിയുടെ വിഭാഗത്തിൽപ്പെട്ട ജീവികളാണ് അരണകൾ കേട്ടോ. ഇനി നമുക്ക് അരണ എന്ന വാക്ക് എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, അ ര ണ, അരണ. എന്താണ്? അരണ. അടുത്ത വാക്ക് നമുക്കൊരു ഉദാഹരണത്തിലൂടെ പഠിക്കാം. എൻ്റെ കയ്യിൽ ഒരു കേക്കുണ്ട്. എല്ലാവരും കേക്കിൻ്റെ ചിത്രം കണ്ടോ? ഞാനതിനെ രണ്ടായിട്ട് മുറിക്കുവാണ്. എൻ്റെ കയ്യിൽ ഒരു കേക്കുണ്ടായിരുന്നു. ആ കേക്കിനെ ഞാൻ രണ്ടായിട്ട് മുറിക്കുന്നു. അതിൽ ഒരു ഭാഗം കണ്ടോ? അതായത് ഈ കേക്കിൻ്റെ പകുതിയാണിത്. കണ്ടോ? ഒരു കേക്കിനെ പകുതിയായി മുറിച്ച ഭാഗമാണിത്. അതാണ് അര. എന്താണ് അര? അര എന്ന് വെച്ചാൽ പകുതി. അര എന്നാൽ പകുതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ. അര എന്ന വാക്ക് എങ്ങനെയാ വായിക്കേണ്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. അ ര, അര. അ ര, അര. എല്ലാവരും ഈ ചിത്രത്തിലോട്ട് നോക്കിയേ. കണ്ടോ? നമ്മൾ എല്ലാവരും കടൽ തീരത്ത് പോയിട്ടുണ്ട് അല്ലേ? കടൽ തീരത്തു കൂടി നടക്കാൻ നമുക്കെല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അല്ലേ? നമ്മൾ കടൽ തീരത്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നേ? നമ്മൾ തിരമാലയെ കാണാറുണ്ട് അല്ലേ? തിരമാല എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ കാലിൽ വന്ന് തട്ടി അങ്ങ് പോകാറുണ്ട് അല്ലേ? ഈ തിരമാലയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് അല. എന്താണ്? അല. ഇനി നമുക്ക് അല എന്ന വാക്ക് വായിച്ചാലോ? അല. അല. അല എന്നാൽ തിരമാല. അടുത്ത വാക്കിലേക്ക് കടന്നാലോ? നോക്കിയേ, നമ്മുടെ എല്ലാം വീട്ടിൽ അലമാര ഉണ്ട് അല്ലേ? നമ്മൾ അലമാരയിലെ അറകളിൽ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ നമ്മൾ സൂക്ഷിക്കാറുണ്ട് അല്ലേ? നമ്മുടെ ബാഗിൻ്റെ അറകളിലോ എന്താ നമ്മൾ സൂക്ഷിക്കുന്നത്? അതെ, പുസ്തകങ്ങൾ. നമ്മൾ ബാഗിൻ്റെ അറകളിൽ പുസ്തകങ്ങൾ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അറ എന്താണെന്നറിയോ? അറ എന്നാൽ അലമാര, മേശ, പെട്ടി തുടങ്ങിയവയുടെ അകത്ത് വേർതിരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അറ. മനസ്സിലായോ? അറ എന്ന വാക്ക് എങ്ങനെയാ വായിക്കേണ്ടത് നോക്കിയാലോ? അറ. നമുക്കിനി അടുത്ത വാക്കിലേക്ക് കടന്നാലോ? അണ. അണ എന്നാൽ പണ്ടത്തെ നാണയം. ഇപ്പോഴത്തെ 1 രൂപ നാണയവും 5 രൂപ നാണയവും 2 രൂപ നാണയവും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അതുപോലെ പണ്ടത്തെ നാണയമാണ് അണ. പണ്ടത്തെ 16 അണകൾ ചേരുമ്പോഴാണ് ഇന്നത്തെ 1 രൂപ ആകുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ ഏതൊക്കെയായിരുന്നു? അരണ, അര, അല, അറ, അണ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.